സൗദി അറേബ്യയോ ഖത്തറിനെയോ അല്ല, ഞങ്ങൾ നശിപ്പിക്കാൻ പോകുന്ന ഗൾഫ് രാജ്യം ഇതാണ്. ഇറാൻ ഇപ്പോൾ തുറന്ന ഭീഷണി അമേരിക്കയ്ക്ക് മുന്നിൽ വയ്ക്കുകയാണ്. സൗദിയെയും ഖത്തറിനെയും അല്ലെങ്കിൽ ഏത് ഗൾഫ് രാജ്യത്തിനെയാണ് ഇറാൻ നശിപ്പിക്കാനായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്? അത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഇപ്പോൾ വളരെ അപകടകരമായിട്ടുള്ള ഒരു വഴിത്തിരിവിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇറാനും അമേരിക്ക ഇസ്രായേലും തമ്മിലുള്ള ഈ സംഘർഷം പരിമിതമാണെന്ന് നമുക്ക് തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരിട്ടുള്ള ഭീഷണിയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് UAEയോട് ഇറാൻ വളരെ കർശനമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ടെഹ്റാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ UAE ഈ യുദ്ധത്തിൽ ഒരു നിശബ്ദ കാഴ്ചക്കാരൻ മാത്രമായിട്ടല്ല വർത്തിക്കുന്നത്, സജീവമായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഇറാൻ ഇപ്പോൾ പറയുകയാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരുടെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ UAE അനുവദിച്ചു കൊടുത്തു. അതുമാത്രമല്ല, പ്രവർത്തനങ്ങൾക്കായി ചില വ്യോമ സൗകര്യങ്ങളും UAE അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ടി ചെയ്തു കൊടുത്തു എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. ഇറാന്റെ കണ്ണുകൾ അതോടുകൂടി UAEയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള കര ആക്രമണം, പ്രത്യേകിച്ച് തങ്ങളുടെ ദ്വീപുകളോ ഭൂമിയോ കൈവശപ്പെടുത്താനുള്ള ശ്രമമുണ്ടായാൽ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് നടത്തുന്ന ആക്രമണത്തെ നേരിട്ടുള്ള ശത്രുവായി കണക്കാക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ വഴി ഏതെങ്കിലും കര ആക്രമണം നടത്തിയാൽ ഇറാന്റെ പ്രതികരണം സൈനിക താവളങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തില്ല, മറിച്ച് സർക്കാർ സ്ഥാപനങ്ങൾ, സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ, പോരാത്തതിന് വാണിജ്യ പദ്ധതികൾ എന്നിവയും ലക്ഷ്യം വയ്ക്കുമെന്ന് ഇറാൻ UAEയോട് സൂചിപ്പിച്ചതായി മിഡിൽ ഈസ്റ്റ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ഇതുവരെ ഗൾഫ് രാജ്യങ്ങളെ നേരിട്ട് ലക്ഷ്യമിടുന്നത് ഇറാൻ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാൻ തങ്ങളുടെ ഈ നിയന്ത്രണം അവസാനിപ്പിച്ചിരിക്കുകയാണ്. UAEയുടെ സിവിലിയൻസിന്റെ മണ്ടയിൽ കൂടെ തന്നെ ബോംബിടുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാൻ UAEക്ക് കടുത്ത മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിനടുത്തുള്ള ഇറാനിയൻ ദ്വീപുകളായിട്ടുള്ള ഖാർഗ്, ഖേഷാം എന്നിവയാണ് ഈ തർക്കത്തിന്റെ പ്രധാന കേന്ദ്രബിന്ദു. ഈ തന്ത്രപ്രധാന ദ്വീപുകൾ കൈവശപ്പെടുത്താൻ അമേരിക്ക ആലോചിക്കുന്നുണ്ടെന്നും ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ ഈ പ്രവർത്തനത്തിനായി ഉപയോഗിച്ചേക്കാമെന്നും സാധ്യതയുണ്ട്. അടുത്തിടെ നടന്ന ആക്രമണങ്ങളിൽ UAE മണ്ണും ആധുനിക കൃത്രിമ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഇറാൻ ആരോപിക്കുന്നു. മറുവശത്ത് മിഡിൽ ഈസ്റ്റിലേക്ക് ആയിരക്കണക്കിന് അധിക സൈനികരെ വിന്യസിക്കാൻ അമേരിക്ക ഒരുങ്ങുകയാണ്. ഇത് യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം കൂടുതൽ ആക്രമണാത്മകമാക്കും എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.